ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് രണ്ട് ഫയർ അലാമാണ് നമുക്ക് റിസീവ് ആയിരിക്കുന്നത്. രണ്ടും സെൻസർ ഫോൾട്ടാണ്. അത് രണ്ടും സ്മോക്ക് സെൻസർ തന്നെയാണ്. നമുക്കിവിടെ വന്ന കോഡ് ഇപ്പോൾ 129 ആണ്. ഇതുപോലെ ഇത് ഇപ്പോൾ സെൻസർ ഫോൾട്ടാണ്. പക്ഷേ ഇതുപോലെ മറ്റൊരു ഫോൾട്ട് കൂടി വരാറുണ്ട്. അത് നോ ആൻസർ ആണ്. ഈ രണ്ട് അലാമിൻ്റെയും കോസസ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഏകദേശം സെയിം, ട്രബിൾ ഷൂട്ടിംഗ് എല്ലാം ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇതിന് 3 കാരണങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. ഈ അലാം റിസീവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ആയിട്ട് 3 കാരണങ്ങളാണ് ഉണ്ടാവാറ്. അപ്പോൾ ഒന്നെങ്കിൽ സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും, ഫോൾട്ടി സെൻസർ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മളത് കണക്ട് ചെയ്യുന്ന ബേസിൻ്റെ പ്രശ്നമായിരിക്കാം. അതല്ലെങ്കിൽ വയർ ബ്രേക്ക് ബിറ്റ്വീൻ 2 സെൻസേഴ്സ്. ഒരു സെൻസറിന് മറ്റൊരു സെൻസറിലേക്കുള്ള വയറിൽ നിന്നുണ്ടാവുന്ന ബ്രേക്ക് അത് ചിലപ്പോൾ ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലത്താവാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്രേക്കും ആവാം. ഈ പ്രോബ്ലത്തിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് സെൻസർ ചേഞ്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഓൾറെഡി ഫോൾട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഈ സെൻസറിന് ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ചിട്ടതായിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അഡ്രസ്സബിൾ ആയിട്ടുള്ള സ്മോക്ക് സെൻസേഴ്സാണിത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി കാണാം, RDO2 എന്നാണ്. അത് ഇപ്പോൾ പറയാൻ കാരണമാണ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് അഡ്രസ്സബിൾ ആണ്. ഇതിനകത്തൊരു 8-bit അഡ്രസ്സബിൾ സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സെൻസർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതേ അഡ്രസ്സ് നമ്മൾ പുതിയ സെൻസറിലും അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അത് മറ്റൊരു അലാമം പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സെൻസർ. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് RDJ2T ആണ്. പഴയ സെൻസർ ഇടുന്നത് RDO2 എന്നുള്ളതായിരുന്നു. പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓണും ഓഫും പൊസിഷനും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അഡ്രസ്സ് കൂടി സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലൊരു സെൻസർ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അലാം കൂടി പുതിയ അലാം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ യൂണിറ്റ് ടൈപ്പ് ചേഞ്ച് എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വേറെ ടൈപ്പുമാണ്. പിന്നെ അത് സ്മോക്ക് ഹീറ്റ് ഡിറ്റക്ടറാണ്. വെറും സ്മോക്ക് ഡിറ്റക്ടർ അല്ല, അത് സ്മോക്ക് ഹീറ്റ് ഡിറ്റക്ടറാണ്. പിന്നെ സ്മോക്കും ഹീറ്റും ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഈ അലാം വരാൻ വേണ്ടിയിട്ട് ഈ യൂണിറ്റ് ടൈപ്പ് ചേഞ്ച് അലാമും വരുന്നത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടും വരും. നമ്മളൊരു ഡിറ്റക്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിലേ ഉണ്ടാവും അതിനകത്ത്. എനിക്ക് 10 മണിക്കൂറിന് ശേഷവും ഈ അലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ ഡിറ്റക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന അലാമിൽ ഒന്നാണ് ഈ യൂണിറ്റ് ടൈപ്പ് ചേഞ്ച് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത 2 ഡിറ്റക്ടറിനും പുതിയ ടൈപ്പ് വെച്ചാണ് ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് രണ്ടിനും ആ ലൂപ്പ് യൂണിറ്റ് ചേഞ്ച് എന്നുള്ള അലാം റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു ലൂപ്പ് റീസ്കാൻ ചെയ്താൽ മതി. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനുവിൽ പോയിട്ട് സർവീസ് മെനുവിനുള്ളിൽ പോയിട്ട് ലൂപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് കാണാൻ കഴിയും 4 എഴുതിയിട്ട് സ്കാൻ ലൂപ്പ് എന്നുണ്ട്. നമ്പർ 4 ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓതറൈസേഷന് വേണ്ടിയിട്ട് ലെവൽ 3 ലെവൽ 2 സെലക്ട് ചെയ്യാം. ഞാൻ ലെവൽ 3 ആണ് എടുത്തത്. നിങ്ങളുടെ ഷിപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയലോഗ് ബോക്സ് ഇങ്ങനെ ചോദിക്കും, സ്കാൻ ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ ആ ഒരു ലൂപ്പ് ഈ സമയത്ത് ഡിസേബിൾ ആവും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ സമയത്ത് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ഡിറ്റക്റ്റ് ആവില്ല. അപ്പോൾ അതിന് ഓക്കെ കൊടുത്തിട്ട് സ്കാൻ ലൂപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൂപ്പ് സ്കാന് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഏത് ലൂപ്പിലാണോ എറർ വന്നു വെച്ചാൽ അതിൽ ആ കേഴ്സർ കൊണ്ടുപോയി വെച്ചിട്ടാണ്, സെലക്ഷൻ കൊണ്ടുപോയി വെച്ചിട്ടാണ് നമ്പർ 4 ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കേസിൽ ഈ 2 ഫോൾട്ട് വന്നത് ലൂപ്പ് 1-ലാണ്. അതുകൊണ്ടാണ് ഞാൻ ലൂപ്പ് അൺലോഗ് 1-ൽ വെച്ചിട്ട് നമ്പർ 4 ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ലൂപ്പ് സ്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു അലാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഈ ലൂപ്പ് സ്കാനിൻ്റെ അവസാനം അത് തനിയെ റീസെറ്റ് ആയിക്കോളും. തനിയല്ല, നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ അത് റീസെറ്റ് ആയിക്കോളും. പിന്നുള്ളൊരു എന്താണെന്ന് വെച്ചാൽ, ഈ ലൂപ്പ് സ്കാൻ കഴിഞ്ഞോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതിനൊരു പ്രോസസ്സൊന്നും ഇതിനകത്ത് കാണിക്കില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണോ അത് കഴിഞ്ഞോ എന്നുള്ളത്. അപ്പോൾ നോർമലി ഇതിനകത്ത് കാണിക്കുന്ന 3 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഒരു 2.5 മിനിറ്റ് തൊട്ട് ഇതാണ് ഞാൻ പറഞ്ഞ അലാം, സെൻട്രൽ 1 LMX1 1111 റീസ്റ്റാർട്ടഡ് ഫോൾട്ട് വരുന്നത്. ഇത് നോർമലാണ്. ഈ ലൂപ്പ് റീസ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് ലൂപ്പ് റീസ്കാൻ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റീസെറ്റ് അമർത്തുമ്പോൾ റീസെറ്റ് ആവുന്നതാണ് മറ്റ് ഫോൾട്ടിനെ പോലെ തന്നെ. സിസ്റ്റത്തിൽ 3 മിനിറ്റാണ് ലൂപ്പ് സ്കാനിന് വേണ്ടി പറയുന്നതെങ്കിലും നമ്മുടെ ഒരു ലൂപ്പിൽ എത്ര സ്മോക്ക് സെൻസേഴ്സ് അല്ലെങ്കിൽ എത്ര ഡിറ്റക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് 2.5 മിനിറ്റിൽ തീരും, ചിലപ്പോൾ 5-6 മിനിറ്റ് വരെയൊക്കെ ആവാറുണ്ട്. എന്തായാലും ഈ ലൂപ്പ് സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നതാണ്.
പിന്നെ ഈ ഫയർ അലാം സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ക്ലാസ് ആയിട്ടാണ് ഫയർ അലാം എന്നുള്ളത്. ഇതുപോലത്തുള്ള അലാമുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ അറിയിച്ചിട്ട് ഒരു COC ഒക്കെ എടുക്കേണ്ടി വരും. കണ്ടീഷൻ ഓഫ് ക്ലാസ് എന്നുള്ള സാധനമൊക്കെ എടുക്കേണ്ടി വരും. ആ കണ്ടീഷനൊക്കെ വെച്ചിട്ടേ പിന്നെ നമുക്ക് സെയിലിംഗ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഫ്ലാഗിനെ അറിയിക്കേണ്ടി വരും. അപ്പോൾ ക്ലാസ്സിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഓരോ ക്ലാസ്സിലുണ്ടാവും DNV ഒക്കെ പറയുന്ന പോലെ ഓരോ ക്ലാസ്സിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഫ്ലാഗ് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ഫയർ സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഒന്ന് റീഇഷ്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫയർ അലാം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൂപ്പ് റീസ്കാൻ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 അലാമും റീസെറ്റ് ആയി കഴിഞ്ഞ് ഇനിയൊരു ബെറ്റർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ 2 സെൻസർ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അലാം വരുന്നുണ്ടോ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അതാണോ ആ കോൺടാക്റ്റിനെ ഞാൻ ഊരിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഓവറോൾ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഓവറോൾ ചെയ്യുന്നത്, ഓവറോൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫിക്സഡ് കോൺടാക്റ്റ് മൂവിങ് കോൺടാക്റ്റ് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാൻ UV റാമ്പെല്ലാം 3 അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയും കൂടി അയക്കണം. ഇത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ചിന്നമാരെ AVRനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് AVR കാണാം. നമ്മുടെ സ്വിച്ച് ബോർഡ് മുറിയത്തേൻ്റെയാണ്. ഓക്കെ, ജാപ്പനീസിൻ്റെ ഷിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ സർക്യൂട്ട് ബ്രേക്കർ. കാണാൻ നല്ല മഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AVR. ഓക്കെ.